ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വിസ്മയ ദേഷ്യത്തോടെ ഡ്രൈവറുടെ കയ്യിൽ നിന്നും വണ്ടി വാങ്ങി പോകുന്നതാണ്. അതേസമയം വിസ്മയ പറഞ്ഞതനുസരിച്ച് അരുന്ധതിയുടെ ആളുകൾ ശ്യാമ പോകുന്ന വഴിക്ക് വണ്ടി പഞ്ചറാക്കാനായി ഒരു പലകയിൽ ആണികൾ തറച്ചിടുകയാണ്. അങ്ങനെ ശ്യാമയുടെ വണ്ടി പഞ്ചറാവുകയാണ്. എന്ത് ചെയ്യുമെന്നറിയാതെ ശ്യാമയും ഡ്രൈവറും അവിടെ വിഷമത്തോടെ നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് വിസ്മയ വരികയാണ്. നിവൃത്തികേട് കൊണ്ട് വിസ്മയുടെ കാറിൽ ശ്യാമയ്ക്ക് കയറേണ്ടി വരുന്നു. തുടർന്ന് വിസ്മയ പറയുകയാണ്, അപ്പോൾ നീ എനിക്ക് വേണ്ടി പാടില്ല, നിനക്ക് വേണ്ടിയേ പാടുള്ളൂ, അങ്ങനെയല്ലേ നീ പറയുന്നത്? നീയാണ് എന്നെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ച് വാങ്ങിയത്. ഇനി എന്താണെങ്കിലും നീ എനിക്ക് വേണ്ടി പാടണം, ഇല്ലെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് മരിക്കാം. അത്രയും പറഞ്ഞുകൊണ്ട് വിസ്മയ സ്പീഡിൽ വണ്ടി ഓടിക്കുമ്പോൾ പേടിയോടെ വണ്ടി നിർത്താൻ പറയുകയാണ് ശ്യാമ. എന്നിട്ടും വിസ്മയ കേൾക്കുന്നില്ല. തുടർന്ന് വിസ്മയ്ക്ക് വേണ്ടി പാട്ട് പാടാമെന്ന് സമ്മതിക്കുകയാണ് ശ്യാമ. അങ്ങനെ വിസ്മയയും ശ്യാമയും സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുകയാണ്. വിസ്മയുടെ ശബ്ദമൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് വിസ്മയോട് തൻ്റെ മുന്നിലിരുന്ന് പാടാൻ പറയുകയാണ് മ്യൂസിക് ഡയറക്ടർ. ഇത് കേട്ട് വിസ്മയ ഞെട്ടലോടെ ശ്യാമയെ നോക്കുന്നു. തുടർന്ന് തനിക്ക് മമ്മി ഇല്ലാത്തത് കൊണ്ട് പാടാനൊരു ധൈര്യമില്ലെന്നും അതുകൊണ്ട് മമ്മിയെ ഒന്ന് വിളിക്കണമെന്നും വിസ്മയ പറയുകയാണ്. തുടർന്ന് വിസ്മയ അരുന്ധതിയെ വിളിച്ച് പറയുകയാണ്, മമ്മി, ഞാനും ശ്യാമയും സ്റ്റുഡിയോയിലെത്തി. അവള് എനിക്ക് വേണ്ടി പാടാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ ഇവിടെ പാടുന്നത് ചില പ്രശ്നങ്ങളൊക്കെയുണ്ട്. അയാളുടെ മുമ്പിലിരുന്ന് പാടണമെന്നൊക്കെയാ പറയുന്നത്. എനിക്കാകെ പേടിയാകുന്നു. ഇത് കേൾക്കുന്ന അരുന്ധതി പറയുകയാണ്, മോള് വിഷമിക്കാതെ, മമ്മി ദേ ഇപ്പൊ തന്നെ അങ്ങോട്ടേക്ക് വരാം. മമ്മി അവിടെ നേരത്തെ തന്നെ കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണെന്നും അരുന്ധതി പറയുമ്പോൾ വിസ്മയ്ക്ക് സമാധാനമാകുന്നു. അതേസമയം ശ്യാമയെ കാത്തു നിൽക്കുകയാണ് GK സാറും. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് ഡ്രൈവർ വരുമ്പോൾ ശ്യാമ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ശ്യാമ നേരത്തെ തന്നെ ഒരു വണ്ടിയിൽ കയറി വന്നിരുന്നെന്നും തൻ്റെ കാറ് പഞ്ചറായ കാര്യവും എല്ലാം തന്നെ ഡ്രൈവർ GKയോട് പറയുന്നു. അങ്ങനെ അവർ ടെൻഷനോടെ നിൽക്കുകയാണ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അഖിലിനെ വിളിക്കാമെന്ന് പറഞ്ഞ് GK അഖിലിനെ വിളിക്കുമ്പോൾ അഖിൽ പറയുകയാണ്, അത് പിന്നെ സാർ, എനിക്ക് കടയിലേക്ക് ചില അത്യാവശ്യം കാരണം വരാൻ പറ്റിയില്ല. ശ്യാമ ഇതുവരെ എത്തിയില്ലേ? ഇതുവരെ എത്തിയിട്ടില്ല. GK പറയുമ്പോൾ ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്നും ഞാൻ ശ്യാമയായിട്ട് എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് എത്താമെന്നും അഖിൽ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് വിസ്മയയുടെ റെക്കോർഡിംഗ് നടക്കുന്ന സ്ഥലമാണ്. പ്രൊഡ്യൂസർ പറയുകയാണ്, ഇന്ന് തന്നെ ഇവിടെ GK സാറിൻ്റെയും ഒരു മ്യൂസിക് റെക്കോർഡിംഗ് ഉണ്ട്. ആണോ? എങ്കിൽ സാറും കൂടി നമ്മുടെ റെക്കോർഡിങ്ങിനിരുന്നാൽ നന്നായിരുന്നു എന്ന് ഡയറക്ടർ പറയുന്നു. അവർക്ക് പാടാനുള്ള കുട്ടി വന്നിട്ടില്ലെന്നാ തോന്നുന്നതെന്നും കൂടി പ്രൊഡ്യൂസർ പറയുമ്പോൾ എങ്കിൽ നമുക്ക് GK സാറിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് വിസ്മയുടെ മ്യൂസിക് ഡയറക്ടർ GK സാറിൻ്റെ അടുത്തേക്ക് ചെന്ന് അവരുടെ റെക്കോർഡിങ്ങിന് വരാൻ ആവശ്യപ്പെടുകയാണ്. സാറിൻ്റെ കുട്ടി ഇതുവരെ വന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് സാർ കുറച്ചു നേരം അവിടെ വന്നിരുന്നാൽ ഞങ്ങൾക്ക് കൂടി സന്തോഷമാകുമെന്ന് പറയുമ്പോൾ GK സാറ് അതിന് സമ്മതിക്കുകയാണ്. അതേസമയം തൻ്റെ പാട്ട് തീർത്തിട്ട് താൻ വരാമെന്നൊക്കെ ശ്യാമ വിസ്മയോട് പറയുന്നുണ്ടെങ്കിലും വിസ്മയ അതിനൊന്നും സമ്മതിക്കാതെ ശ്യാമയെ അവിടെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. അതേസമയം ശ്യാമ നിൽക്കുന്ന മുറിയിലേക്ക് GK സാറും ആ പ്രൊഡ്യൂസറും കൂടി വരികയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.